എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലൂ കളറും ഗ്രീൻ കളറും പേപ്പർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പെയിൻറ്റ്, ഫുഡ് കളർ, സ്കെച്ച് പെന്ന്, ഇങ്ക് ഇതൊന്നുമില്ലാതെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള മെത്തേഡ് അല്ലാത്തൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലൂ ക്രെപ്പ് പേപ്പറാണ്, അതായത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രെപ്പ് പേപ്പറില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബർത്ത്ഡേസിനൊക്കെ വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യില്ലേ, അപ്പോൾ അതിൽ നിന്ന് ബാക്കി വന്നതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ നോക്കാം, ഒരു പരീക്ഷണം നടത്താമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഉള്ള ക്രെപ്പ് പേപ്പറാണ് എടുത്തത്. എന്നിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ആ ഒരു കപ്പിലേക്ക് ഇടുന്നുണ്ട്. പേപ്പർ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ കിട്ടുന്ന അതിനനുസരിച്ച് അത്രയും പീസ് എടുത്താൽ മതി. ഞാനിപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. മാക്സിമം ഒരു 2 സ്പൂണൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ലൈറ്റായി പോകും പേപ്പർ. വെള്ളം ഈ പേപ്പറിൽ ഒഴിക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നല്ല ബ്ലൂ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലും ഡാർക്ക് ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പേപ്പർ കട്ട് ചെയ്തിട്ടിട്ട് ഒന്നും കൂടെ അതിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഈ ബാക്കി വന്ന പീസൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. അത് അങ്ങനെ എടുത്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് പേപ്പറിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ പേപ്പറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് എത്രയും ലൈറ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് പേപ്പേഴ്സും കൂടെ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ടിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലിക്വിഡ് ഒന്ന് പേപ്പറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പേപ്പറിൽ നമ്മൾ സാധാരണ കളർ പേപ്പർ ചെയ്യുന്ന പോലെ തന്നെ 2 സൈഡിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡിലും കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ വെച്ച് ഉണക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ ഇനി ഉണക്കി എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പർ ചെയ്യാം. അപ്പോൾ ഗ്രീൻ കളർ പേപ്പർ ചെയ്തെടുക്കാനും ഞാൻ തന്നെയാണ് ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കപ്പ് എടുത്തിട്ട് ഗ്രീൻ ക്രെപ്പ് പേപ്പറാണ് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് കളർ ക്രെപ്പ് പേപ്പർ ഉണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കളർ പേപ്പർ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ബ്ലൂവും ഗ്രീനും മാത്രം കാണിക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഈ വെള്ളം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അപ്പുറത്തെ സൈഡും കൂടെ കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വൈപ്പ് ചെയ്യുക ടിഷ്യൂ വെച്ചിട്ട്. അപ്പോൾ ഇത് നല്ല ലൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് ഒന്നും കൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ബ്ലൂ കളർ പേപ്പറും ഗ്രീൻ കളർ പേപ്പറും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബ്ലൂ കളർ പേപ്പർ ഈ ഒരു ലൈറ്റ് ബ്ലൂ ആണ് നമുക്ക് കിട്ടിയത്, അതായത് സ്കൈ ബ്ലൂ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടെ വെള്ളം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉണക്കാൻ വെച്ചാൽ മതി. ഗ്രീന് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.